അല്ല എക്കോ അടിച്ച് കേട്ട് വിളിക്ക്. എടാ സീന് ഒന്ന് പറ. ഏതോ സ്ഥലത്ത് പോയിട്ടാ റിപ്ലൈ വരുന്നത്. സുമതി വളവിലാണ് നമ്മളുള്ളത്. ഇവിടുന്ന് എടാ ശരിക്കും എവിടുന്ന് ഒച്ച വരുന്നേ ആണ്. ഇവന്ന് ഒന്നിന് പറ. സീന് ഇന്റെ പൊന്നു സീന്. ആ ഗൈസ് സത്യം പറയാലോ നല്ല വൈബ് സ്ഥലം. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എവിടെയോ കേൾക്കുന്നത് നല്ല രസം കേട്ടോ. കൈമുട്ടിയാലും കാല് മുട്ടിയാലും വരും. ഇപ്പാ പ്ലീസ് ലുക്ക് ബാക്ക്. അതിന്റെ എന്റെ വീഡിയോ കാണുന്നത് ഇതൊക്കെ മണ്ണ് ഇടിഞ്ഞു പോവാ. ഇതിന് നടന്നിട്ടുണ്ടെങ്കിൽ നിലത്തെത്തിയാ എന്താ ഡാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീന്താൻ അറിയുന്ന ആൾക്കാർ നീന്തി എവിടെന്നെങ്കിലും രക്ഷപ്പെടും. നീന്താൻ അറിയാത്ത തിന്നാൻ പോലത്തെ ആൾക്കാർ ഇവക്ക് നീന്താ അറിയാ. ചെറിയൊരു ഒരു സ്പോട്ട് കണ്ടെത്തി. അതും നമ്മളെ റിസോർട്ടിന്റെ നേരെ മുമ്പ് തന്നെ. അതായത് ഇത്രയും നേരം റിസോർട്ടിൽ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന. അപ്പൊ ഇതെല്ലാം രസമല്ലേ? ശരിക്കും രസമല്ലേ? നല്ലൊരു വ്യൂ പോയിന്റ്. സീരിയസ്ലി പറയാം കേട്ടോ, നല്ലൊരു വ്യൂ പോയിന്റ്. അയ്യവ ക്രിക്കറ്റ് കളിക്കുന്നൊക്കെ അവിടെ. അയ്യോ ഇത് മൂഡ് സാ കേട്ടോ. ഇത് പൊളിച്ച് ആദ്യം അറിഞ്ഞിട്ട് എവിടെ നിന്നിരുന്നാ മതിയേനു. ഇപ്പൊ ഇഷ്ടപ്പെട്ടോ? സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഇവിടേക്ക് ഇഷ്ടപ്പെട്ടോ സ്ഥലം? എങ്ങനെയുണ്ട് ഇവ സ്ഥലം? കണ്ട് വൈബ് സ്ഥലല്ലേ? അപ്പൊ എന്തായാലും ഞമ്മക്ക് ട്രിപ്പ് വന്നിട്ട് ഇതുവരെ നല്ലൊരു സ്ഥലം കാണാൻ പറ്റില്ല. എന്തായാലും നല്ലൊരു വൈബ് സ്ഥലം കിട്ടിട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എങ്ങനെയുണ്ട് സ്ഥലം? ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിസോർട്ട് മൂഞ്ചി വെച്ചിരിക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്ഥലങ്ങള് പണ്ട് നമ്മൾ ചെറുതാകുമ്പോഴൊക്കെ മൺമറിഞ്ഞു പോയ സ്ഥലങ്ങളല്ലേ. അതെ, നമ്മുടെ നാട്ടിൽ കുറെ വയലുകൾ ഉണ്ടായിരുന്നു. ആ കാണുന്നതിന്റെ ഫ്രണ്ടാ. നാവിടുത്തെ തള്ളു മാത്രമേ പറയുള്ളൂ. ഇപ്പൊ കാട്ടിലേക്ക് വേണോ? മൃഗങ്ങളൊക്കെ പേടിയുണ്ടോ? എനിക്ക് ധൈര്യം നല്ലേ. ഞാൻ ഓടുകയുള്ളൂ. സിംഹം വന്നാൽ ഞാൻ വെള്ളത്തിൽ ചാടും. അപ്പൊ നമ്മൾ വന്നിപ്പോ കൊറേ നടക്കാനുണ്ട്. ഇപ്പം തന്നെ സമയം 6:10 പക്ഷെ എന്താ പറയാ, നിങ്ങളിപ്പോ റിസർവയറിന്റെ അടുത്ത് എത്തിയതാ. പക്ഷെ അതിന് വലിയ വെള്ളം ഇല്ല കേട്ടോ. വെള്ളമൊക്കെ തോന്നി ഈ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ കുറച്ച് വറ്റിയൊക്കെ. സത്യം പറയാലോ അടിപൊളി വ്യൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഈ സമയം എങ്ങനെ ആയതുകൊണ്ടും ആര് എടാ ശരിയാട്ടോ, പോവാനുള്ള ഇതുണ്ടാവല്ലോ. ശരി ഇറങ്ങാൻ പോവാ. ഇറങ്ങാൻ പറ്റുമോ? സാഗണ എന്താ അറിയാ? നീയല്ലേ പഠിപ്പിച്ചു തന്നെ. അതിപ്പോ നമുക്ക് ഇവിടെ കുളിക്കാറുള്ളതിനെ കുറിച്ച് അത് നമുക്ക് കൂടുതൽ പോയിട്ട് സമയം 6:15. ഇപ്പൊ നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പോഴോ? ഓളാങ്ങോട്ട് സാഗർ ഇറങ്ങാൻ വേണ്ടി നിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ചാടാനുള്ള പ്ലാൻ. വേറെ ഫാമിലി ഏതാ? നല്ല വ്യൂ അല്ലേ? ഇപ്പൊ നടന്ന് കൊയങ്ങി നമ്മളാ എൻഡ് വരെ പോയില്ലേ. ട്രക്കിങ് കൊറേ കാലത്തിന് ശേഷമാണ് ഇപ്പൊ എങ്ങനെ നടക്കുന്നത് കേട്ടോ. അല്ല നമ്മളെപ്പോഴും ഇത്ര നടന്ന് ഈയിടെയായിട്ട് ഉണ്ടോ? ഇത് ബടന്മാരൊക്കെ നേരൊക്കെ ഫുൾ ബടന്മാരെ നേരൊക്കെ. ഇതില്ല, ഇതിങ്ങനെ ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും,
അത് എൽ ഷേപ്പ്. ആലോചന ഉണ്ടായിരിക്കും മറ്റേ കിങ് ആണ്. ഫസ്റ്റത്തെ രണ്ടെണ്ണം എടുക്കണം, അല്ലാതെ ഒന്നും ഓർഡർ ഉണ്ടോ? ഫസ്റ്റ് രാത്രി നമ്മള് മറ്റേ അൽഫാമിന് പൊറോട്ട അടിക്കാം. ശരി എന്നാ കയ്യോ ഇപ്പൊ കയ്യോ നിങ്ങളെ മിച്ചറാണോ ഇപ്പൊ ഇതൊക്കെ കൊടുത്തേ. അടുത്തത് വരട്ടെ, ഇവിടെ പോയിട്ട് അയ്യാനായോ? ചിക്കൻ ഫുള്ള് താഴെ നടിച്ചിട്ടുണ്ടാവും. 12 ചിക്കൻ ഫുള്ള് താഴെ നടിച്ചിട്ടുണ്ടാവും. പൊറാട്ട പൊറോട്ട വാങ്ങേണ്ടി വരുന്നോ? പൊറാട്ട മാത്രം നമ്മളിപ്പോ തിന്നേണ്ടി വരും. ചിക്കനൊക്കെ ഒരു താഴെ ഓൾറെഡി ചൂടാക്കി കഴിഞ്ഞു. അവിടേക്ക് ബട്ടറും തേച്ചിട്ട് ചപ്പാത്തി പോയിട്ടുണ്ട്. അപ്പൊ ചൂടാവും ഗ്രില്ലിന്റെ മുകളിൽ വെച്ചിട്ട്. അതിന്റെ കൂടെ ചിക്കൻ അത് ചിക്കൻ ഇപ്പൊ അതിന്റെ കൂടെ തീരും. നമ്മൾ പൊറാട്ട എത്ര ഇപ്പൊ ചിക്കൻ 6 ആയിട്ടുള്ളൂ. രണ്ടെണ്ണം ഫുള്ള് പൊറോട്ട ഇതിനെത്ര ഉണ്ട്? അത് അതിന് ചൂട് കൂട്ടാനുണ്ടോ ഇനി? ഇത് ഹൈല അല്ല ഇവിടെ ജസ്റ്റ് ആയിക്കില്ല ഇപ്പൊ അല്ല മോനെ എന്റെ കയ്യില് ഫുള്ള് വായി. അതൊന്ന് പൊട്ടിച്ചോണ്ട് ആശുര ഞാൻ വെറുതെ കണ്ടന്റ് എടുക്കരുത്. 2 കയ്യും എന്തൊക്കെ വേണോ? ആ കത്തിണ്ടോ അവിടെ? എന്നാലും അടിക്ക്, ഉള്ളത് അടിക്ക്. അടിച്ചോ? ഹോട്ടലിൽ പോലും കിട്ടൂല മോനെ ഇത്ര അടിച്ച പൊറാട്ട. കണ്ടോ സെറ്റ് പൊറാട്ട. അതിന്റെ ഒരു ഉള്ളിൽ കൂടെ ഇവരെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ അവസ്ഥ ടൂർ എന്നൊക്കെ പറയാണ്ട്? വളരെ നന്നായിട്ടുണ്ട്. അടിപൊളി. ടയർഡാ? എന്ത് ടയർഡാ? എൻജോയ് ചെയ്ത? അടിപൊളി അടിപൊളി. ഇന്നെന്തായാലും മൂഡ് ഓഫ് മാതിരി. രാവിലെ തന്നെ 6 മണിക്ക് എണീച്ച ഞാൻ പിന്നെ ഫുൾ ഓണിലിരിക്കാൻ പറ്റുമോ മച്ചാ? ഇന്നലെ പൂവൊന്നും ഒരു ചാട്ടിറങ്ങുന്ന കണ്ടെങ്കിൽ പിന്നെ കൂർക്കം വലിച്ചു ഉറക്കുന്നു. നോക്കണ്ട ആശറേ, എന്നെ പോലെ അല്ലല്ലോ. അപ്പൊ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവാണ് അല്ലേ? അല്ലേ? ഒരു ഹായ് പറഞ്ഞോ. ഇതോടെ ഒരു ഹായ് പറ. ഒരു ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ഹായ് ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റ ഉണ്ടോ? അഫ്സിന് മുമ്പ് കയറി. ഇനി നമ്മള് കാറ് മാറേണ്ടി വരും. ഈ കാറ് കയറാം. എന്താ ഇറങ്ങിയ ബേബി കന്നഡ until next time.